ഞങ്ങളിപ്പോൾ തിരുമണിക്കര അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. ഏകാദശി ആയതുകൊണ്ടാണ് ഇത്തിരി തിരക്ക് കൂടുതൽ. അല്ലെങ്കിലും ഇവിടെ നല്ല തിരക്കുണ്ടാവലുണ്ട്. ഇപ്പോൾ പരിപാടിയൊക്കെ ഉണ്ടല്ലേ, ഭരതനാട്യം, മറ്റന്നാ ഓട്ടംതുള്ളൽ അങ്ങനെ. ഇതിപ്പോൾ ഞങ്ങൾ കുളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുളത്തിലൊക്കെ പോയി നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട്. അവിടെ ഭരതനാട്യമൊക്കെ നടക്കുന്നുണ്ട്. പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെന്നപ്പോൾ ഭയങ്കര തിരക്കായതുകൊണ്ട് കുറേ നേരം ക്യൂവിലൊക്കെ നിൽക്കേണ്ടി വന്ന് കുഴങ്ങിയാണ്ട്. ഭയങ്കര ക്യൂ ആണ്. അത് നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ടില്ലല്ലോ അവിടെ ആനേനെ. ഇല്ല. അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ നിൽക്കുന്ന ആ ടൈമിലാണ് ആനേൻ്റെ വരവ്. അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ചാക്യാർ കൂത്ത് സ്റ്റാർട്ടായത്. ഇതൊക്കെ ഇപ്പോൾ പറയണ്ടില്ലേ. ആനേനെ വീണ്ടും കണ്ടു. ആന ഭയങ്കര ഈറ്റിങ്ങിലാണ്. ബിസിമാണ്. ശ്രദ്ധിച്ച് ഓരോ ഇലയെടുത്തില്ലേ. പക്ഷെ അതങ്ങോട്ട് ഉള്ളിക്കാണ് കയറ്റുന്നില്ലേ. കണ്ടോ തിന്നു. ഇപ്പടും എന്ന് പറഞ്ഞോള് വൃത്തിയാക്കിയിട്ടേ തിന്നുള്ളൂ എന്ന്. അവിടെ ഏറ്റവും കൊണ്ടുപോയിട്ട് ഇങ്ങോട്ടുണ്ടായിരിക്കും നമ്മളെ കളിപ്പിക്കണ പോലെ അല്ലേ. അങ്ങനെ ലാസ്റ്റ് വയലിട്ടിട്ടു. ഇട്ടില്ല കൊടും. ഓക്കെ ഇട്ടപ്പിക്ക ചേച്ചി വന്നു. നമ്മൾ അമ്പലത്തിൻ്റെ റോഡ് തുടങ്ങുന്ന തൊട്ട് അമ്പലത്തിൻ്റെ അവിടം വരെ അവസാനത്തെ വരെ ഇഷ്ടം പോലെ കടകളാണ്. എല്ലാത്തിൻ്റെ നല്ല കളക്ഷൻസിൻ്റെ, കമ്മലിൻ്റെ, അതുപോലെ മെഹന്തി ഇടുന്നതിൻ്റെ. അതുപോലെ നമ്മളവിടെ ഫസ്റ്റ് വന്നപ്പോഴല്ലേ എന്താ 10-20 രൂപയ്ക്ക് ഫുൾ ഫാൻസി അങ്ങനെ ഉണ്ടോ. ഫാൻസി പിന്നെ പൂക്കളുടേത്, സിന്ദൂരൊക്കെ ഒക്കെ വിഗ്രഹങ്ങൾ, സിന്ദൂര പല കളറിലുണ്ട്. കമ്മലിൻ്റെ ആണ് ഇഷ്ടം പോലെ കളക്ഷൻസ്. ഇഷ്ടം പോലെ കുറവുണ്ട്. 5 രൂപ കിലോ ഒക്കെ ഉണ്ട്. ആ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ 20-ൻ്റെ അതാവധി ഉണ്ട്. അത് അങ്ങനെ അതിൻ്റെ ഇടയിൽ അമ്മ കയ്യും നോക്കി. അപ്പം ഞങ്ങൾക്ക് രാവിലെ ഇൻ്റർവ്യൂ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. ബൈ.
തട്ടെടുക്ക്